വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ ഉണർന്ന പമ്പാതീരവും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും. ഇനി രുചിവൈവിധ്യത്തിൽ പേരുകേട്ട വള്ളസദ്യ ദിനങ്ങൾ. ക്ഷേത്രക്കടവിൽ ആദ്യം പാടിത്തുഴഞ്ഞെത്തിയത് വെൺപാലക്കരയുടെ പള്ളിയോടം. വാദ്യമേളങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയിൽ പള്ളിയോട സേവാ സംഘവും വള്ളസദ്യ വഴിപാടുകാരും ചേർന്ന് കരക്കാരെ ആചാരപൂർവ്വം സ്വീകരിച്ചു. ശേഷം ക്ഷേത്രത്തിന് വലം വെച്ച് കുടിമരച്ചുവട്ടിൽ ഭഗവാനെ സ്തുതിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും പള്ളിയോട സേവാ സംഘം പ്രതിനിധികളും ചേർന്ന് നിലവിളക്കിന് മുൻപിൽ ആദ്യം ഭഗവാനായി സദ്യ വിളമ്പി. പിന്നീട് വഴിപാട് സ്വീകരിക്കാനെത്തിയ പള്ളിയോടക്കരകൾക്ക് സദ്യ വിളമ്പി. പള്ളിയോടക്കരക്കാർ പാടിച്ചോദിച്ച വിഭവങ്ങൾ ഉൾപ്പെടെ 64 ഇനം വിഭവങ്ങൾ തൂശനിലയിൽ നിരന്നു. ഇതുവരെ 400-ലധികം വള്ളസദ്യകൾ വഴിപാടായി എത്തിയിട്ടുണ്ട്. വള്ളസദ്യ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇത്രയും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിവ്യൂ മീറ്റിംഗ് കാര്യങ്ങളും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾ, അത് PWD ആവട്ടെ, ബാക്കി വാട്ടർ അതോറിറ്റി ആവട്ടെ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ്, ഫയർഫോഴ്സ് എല്ലാ അറേഞ്ച്മെന്റ്സും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ സൗകര്യപ്രദമായി തന്നെ വന്ന് വള്ളസദ്യ ഉണ്ട്, ബാക്കി വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ പോകാൻ വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ദിവസം 15 വള്ളസദ്യ വരെ പരമാവധി നടത്താനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒക്ടോബർ 2 വരെയാണ് ക്ഷേത്രസന്നിധിയിൽ വള്ളസദ്യ നടക്കുക. ജനം, പത്തനംതിട്ട.